നമസ്കാരം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ജോലി തിരക്കുകൾ കഴിഞ്ഞിരിക്കുന്നവരായിരിക്കും, ചിലർ ജോലിയിലേക്ക് കടക്കാൻ പോവുകയായിരിക്കും. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഈവനിംഗ് ആശംസിക്കുകയാണ്. ഇനി അല്പനേരം നമുക്ക് വാർത്തകളുടെ ലോകത്ത് എനിക്കൊപ്പം യാത്ര ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഫോക്കസ് നമ്പർ 1ലേക്ക് പോവുകയാണ്. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോന ലവ് ജിഹാദിന്റെ ഇരയോ? വിവാദങ്ങൾ കത്തുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കുടുംബം വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആ അമ്മ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ആ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ NIA അന്വേഷണം വേണം എന്ന ഒരാവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പോരാ, തന്റെ മകൾ ലവ് ജിഹാദിന്റെ ഇരയാണ് എന്ന് കുടുംബം പറയുന്നു. മതപരിവർത്തനം മൂലം ആണ് ആത്മഹത്യ എന്ന കാര്യം കുറച്ചുകൂടി ഊന്നൽ നൽകി പറയുകയാണ് ആ കുടുംബം. അക്കാര്യങ്ങൾ അന്വേഷിക്കണം, അതിന് കേന്ദ്ര ഏജൻസി വരണം, NIA കേസ് അന്വേഷിക്കണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെ സമാനമായ അന്വേഷണം ചില സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി, രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇപ്പോൾ അതേ ആവശ്യത്തിലേക്ക് കുടുംബവും എത്തുന്നു. സോനയുടെ അമ്മയ്ക്ക് വലിയ സംശയങ്ങൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കുടുംബം കത്തയച്ചിരിക്കുകയാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തി എന്നാണ് കുടുംബം പറയുന്നത്. കുടുംബത്തിന് ഏറെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലീസ് പ്രത്യേക സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഈ വിവാദങ്ങൾ കടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നു വരുന്നത്. കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്യും അന്വേഷണ സംഘം ഉടൻ എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ റമീസിന്റെ കസ്റ്റഡി അപേക്ഷ നീക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട്. അതിനും കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കുടുംബം വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് എന്നത് ഓർക്കണം. കുടുംബം NIA അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം കത്തോലിക്ക കോൺഗ്രസ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. സോനയുടെ കത്തിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ട് എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് സോനയുടെ ആത്മഹത്യയും ആത്മഹത്യയ്ക്ക് ശേഷം പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പും എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത്. സംഘടിത സംവിധാനങ്ങൾ പുറകിലുണ്ട് എന്നതാണ് അവർ ആരോപിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അന്വേഷണം വേണം എന്നത് അവർ പറയുന്നു. ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് എന്നതും കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ആ ആരോപണങ്ങൾ ഇപ്പോൾ കുടുംബവും ഏറ്റെടുക്കുന്നു. നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ആ അമ്മ പറഞ്ഞതിൽ ഇതിന്റെയൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ നേരിട്ട് തന്നെ അത് NIA അന്വേഷണം ആവശ്യപ്പെടുകയും ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണരുത് എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് നൽകിയിരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ അന്വേഷണം വേണം എന്നതും അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ കുടുംബം കൂടി ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. നേരത്തെ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. TTC വിദ്യാർത്ഥിനിയാണ്, 23 വയസ്സുകാരിയാണ് സോന. വളരെ ചെറുപ്പം മുതൽ തന്നെ റമീസുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ യുവാവുമായുള്ള പ്രണയത്തിൽ ചില പ്രശ്നങ്ങളും പക്ഷേ ഉണ്ടായിരുന്നു. മതം മാറണമെന്ന ആവശ്യം അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. ആ ആവശ്യം ഈ പെൺകുട്ടി സമ്മതിച്ചതാണ്, പെൺകുട്ടിയുടെ കുടുംബവും സമ്മതിച്ചതാണ്. പക്ഷേ അതിനുശേഷം ഇമോറൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ റമീസ് പെടുന്നു. അതിനുശേഷം പെൺകുട്ടിയുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വിവാഹത്തിൽ നിന്ന് പെൺകുട്ടി ഒഴിഞ്ഞു മാറുന്നില്ല, പക്ഷേ മതം മാറില്ല എന്നൊരു നിലപാട് പെൺകുട്ടി സ്വീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അതിനുശേഷം പെൺകുട്ടി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് റമീസ് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതിനുശേഷം റമീസിന്റെ വീട്ടുകാരും തന്നെ
പീഡിപ്പിക്കുന്നതിന് കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പെൺകുട്ടി സുഹൃത്തിനോട് പറഞ്ഞിരുന്നത്. ആ സുഹൃത്ത് നമ്മളോട് കഴിഞ്ഞ ദിവസം ഇതെല്ലാം വെളിപ്പെടുത്തിയിരുന്നതാണ്. ആത്മഹത്യാക്കുറിപ്പിലും സമാനമായിട്ടുള്ള വിവരങ്ങൾ. ഈ റമീസിന്റെ വീട്ടുകാർക്കെതിരെ പോലും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. വലിയ ശാരീരിക പീഡനം ഏൽക്കേണ്ടി വന്നതിന്റെ വിവരങ്ങളൊക്കെയുണ്ട്. ഇതിൽ മറ്റൊരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് BJPയുടെ ഭാഗത്തു നിന്നാണ്. ഇടപെടൽ. കാരണം നമുക്കറിയാം, ലവ് ജിഹാദ് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും നിലപാടുകൾ എടുക്കുന്നവരാണ് BJP ആയാലും കത്തോലിക്ക കോൺഗ്രസ് ആയാലും. BJP ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ ചോദ്യമുനയിൽ നിർത്തുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെയും ചോദ്യമുനയിൽ നിർത്തുന്നു. BJP നേതാവ് ഷോൺ ജോർജ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രങ്ങളായ പിണറായി വിജയനും VD സതീശനും അറിയാൻ, നിങ്ങളുടെ കാൽ ചുവട്ടിൽ കോതമംഗലത്ത് ഒരു പെൺകുട്ടി മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിന്റെ പേരിൽ ജീവൻ ഒടുക്കിയത് അറിഞ്ഞില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? സമരങ്ങളൊന്നുമില്ലേ എന്നാണ് ഷോണിന്റെ ചോദ്യം. അത് മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടുമുള്ള ചോദ്യമാണ്. നമുക്കറിയാം, കന്യാസ്ത്രീയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അവിടെ തടഞ്ഞുവെക്കുകയും വലിയ രീതിയിൽ ഗുരുതരമായ കുറ്റങ്ങളൊക്കെ ചുമത്തുകയും ചെയ്തിരുന്നു. അതിൽ സംയുക്ത പ്രക്ഷോഭം എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് സംസ്ഥാനത്ത് കോൺഗ്രസും CPM-ഉം ഒക്കെ രംഗത്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ചൂണ്ടിയാണ് വടക്കേ ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ലേ എന്ന ഒരു ചോദ്യം ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് ലവ് ജിഹാദ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുകയാണ്. ഇപ്പോൾ കുടുംബവും അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നു. അവർ NIA അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നാവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിക്കും DGP-ക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ പോലീസ് എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് ഇത് ഇരുവരും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. അവരുടെ പ്രണയത്തിനിടയിൽ ഇരുവർക്കും ഇടയിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത്. തർക്കങ്ങളും സംശയങ്ങളും ഒപ്പം തന്നെ റമീസിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയുമൊക്കെ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതാണ് പോലീസിന്റെ ഈ വിഷയത്തിലുള്ള പ്രാഥമിക നിഗമനം. ആ തർക്കം മൂലം മതം മാറാൻ തയ്യാറല്ല എന്ന് പെൺകുട്ടി നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങൾ ഒടുവിൽ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഒരു ആത്മഹത്യ, അത് നമുക്കറിയാം, പല ബന്ധങ്ങളിലും അത്തരം ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. നമ്മൾ നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാഭാവികമായ സംഭവം എന്ന നിലയിലാണ് പോലീസ് ഇതുവരെ ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് എങ്കിൽ കുടുംബത്തിന് അതിനപ്പുറമുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന കേസ് NIAക്ക് കൈമാറണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും DGP-ക്കും ഒക്കെ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ, കുടുംബത്തിന് അത്തരമൊരു ആക്ഷേപമുള്ള സാഹചര്യത്തിൽ, മതസംഘടനകൾ ഈ വിഷയമായി ഇടപെട്ട സാഹചര്യത്തിലൊക്കെ എന്ത് തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നു, ഇനി എന്തൊക്കെ ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഈ സംഭവത്തിന്റെ ഗൗരവം വലിയ രീതിയിൽ ഉയരുകയാണ്. അമ്മയുടെ കൂടി ഈ രീതിയിലുള്ള പ്രതികരണവും ആവശ്യവും രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 2-ലേക്ക്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവനയെ ചൊല്ലി വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്, വലിയ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. തലശ്ശേരി രൂപതയും CPM-ഉം തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ജോസഫ് പാംപ്ലാനി നടത്തിയ പരാമർശങ്ങളാണ് ഈ വിധത്തിലൊക്കെ എത്തി നിൽക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം കേരളത്തിലുടനീളം ഉണ്ടായി. അതിനുശേഷം പല ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ഇടപെടൽ നടത്തിച്ചാണ് ആ കേസ് ഒടുക്കം കന്യാസ്ത്രീകളുടെ ജാമ്യത്തിലേക്കും മറ്റുമൊക്കെ എത്തിയ സാഹചര്യം സൃഷ്ടിച്ചത്. അപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോസഫ് പാംപ്ലാനി സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് സംസാരിച്ച ജോസഫ് പാംപ്ലാനി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി അറിയിച്ചിരുന്നു. അവർ വാക്കുപാലിച്ചു എന്ന തരത്തിൽ പരാമർശിച്ചിരുന്നു. അതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ആദ്യം DYFI രംഗത്ത് വരുന്നു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സഭാ നേതൃത്വം, തലശ്ശേരി രൂപതാ നേതൃത്വം വലിയ രീതിയിൽ CPM-നെതിരെ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. AKG സെന്ററിൽ നിന്നുള്ള തിട്ടൂരം അനുസരിച്ച് വേണമോ ഞങ്ങൾ പ്രതികരിക്കാൻ എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം.
അപ്പോൾ അതാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലം. അപ്പോൾ അതിൽ എന്താണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ എന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന്? ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം പരാമർശമുണ്ടാകുന്നത് ആ സാഹചര്യത്തിലാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പാംപ്ലാനിയുടെ ആ പരാമർശം വലിയ രീതിയിൽ വിവാദമായത് എന്നത് നോക്കണമല്ലോ. നമുക്കറിയാം 300 രൂപ റബ്ബറിന് കിട്ടുകയാണെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞത് ജോസഫ് പാംപ്ലാനിയാണ്. അതിനുശേഷം അദ്ദേഹം അന്ന് അത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ജോസഫ് പാംപ്ലാനി കടുത്ത ഭാഷയിൽ രംഗത്ത് വരുന്നത്. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നത് ജോസഫ് പാംപ്ലാനി ആയിരുന്നു. ഈ വേട്ടക്കാരനൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ പരാമർശം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇനി അത് നടക്കില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയത്. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന നാടകത്തിന് ഇനിയില്ല എന്നതായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായി അന്ന് നൽകിയിരുന്ന മുന്നറിയിപ്പ്. ഭരണഘടന പശു തിന്നുപോകുന്ന സാഹചര്യം രാജ്യത്തുണ്ടായി എന്ന വിമർശനവും ജോസഫ് പാംപ്ലാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകളും പിന്നീട് അദ്ദേഹം പറഞ്ഞതും അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷമാണ് കന്യാസ്ത്രീകളുടെ മോചനം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായി എല്ലാവർക്കും നന്ദി പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ശ്ലാഘിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കേസ് പിൻവലിക്കാനുള്ള നടപടികൾ കൂടി നടത്തണമെന്ന ഒരു അഭ്യർത്ഥനയും അവർക്ക് മുന്നിൽ വെച്ചു. ഇതിനെ വിമർശിച്ച് ആദ്യം രംഗത്ത് വന്നത് ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെ നടത്തി. പാംപ്ലാനി പിതാവിനെ പോലുള്ളവരെ കാത്തിരിക്കുന്നത് ഹിറ്റ്ലറുടെ ചെയ്തികളെ പിന്തുണച്ച നിയോമുള്ളറുടെ ഗതിയാണ് എന്നതാണ് VK സനോജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആദ്യം ഹിറ്റ്ലറെ അനുകൂലിച്ച നിയോമുള്ളറെ പിന്നീട് ഹിറ്റ്ലർ തടവിലാക്കുകയായിരുന്നു. അപ്പോൾ ഈ സാഹചര്യം ജോസഫ് പാംപ്ലാനിയെ കാത്തിരിക്കുന്നു എന്നതാണ് VK സനോജ് പറഞ്ഞത്. ചിലർ കേക്കുമായി RSS ശാഖയിലേക്ക് പോകുന്നു. അവിടുന്ന് ചിലർ കേക്കുമായി അരമനയിലേക്ക് പോകുന്നു. ഇരു കൂട്ടരും പരസ്പരം പരവതാനി വിരിക്കുകയാണ് എന്നും സനോജ് പറഞ്ഞു. അപ്പോൾ VK സനോജിന്റെ ഈ പ്രസ്താവന വലിയ കോളിളക്കമൊന്നും ഉണ്ടാക്കിയില്ല. സഭാ നേതൃത്വങ്ങൾ പ്രതികരിച്ചില്ല. അവർ അവഗണിച്ചു വിടുകയായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് MV ഗോവിന്ദൻ വിമർശനവുമായി രംഗത്ത് വന്നത്. പാംപ്ലാനി അവസരവാദിയാണ് എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മനംമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ ഈ നാട്ടിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പാംപ്ലാനി അപ്പഞ്ഞുട്ടി. പാംപ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാംപ്ലാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSSന്റെ ഓഫീസിൽ. MV ഗോവിന്ദൻ ഈ പരാമർശം നടത്തിയതാണ് സഭാ നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. തങ്ങൾ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പരാമർശങ്ങൾ അവഗണിച്ചു വിടുകയായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സമുന്നത നേതാവ് തന്നെ ഇത്തരം ഒരു വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ വിമർശനം അവർ ഉന്നയിച്ചത്. ഞങ്ങൾ കോൺഗ്രസ് അനുകൂല സമീപനം എടുത്തപ്പോൾ, ഒപ്പം തന്നെ CPM അനുകൂല സമീപനം എടുത്തപ്പോൾ ഒക്കെ തന്നെ പിന്താങ്ങിയതാണ്. പക്ഷേ അതൊന്നും ഇരട്ടത്താപ്പല്ലേ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നു. മാത്രവുമല്ല, വലിയ രൂക്ഷമായ വിമർശനം MV ഗോവിന്ദനെതിരെ വ്യക്തിപരമായി നടത്തുന്നു. ഒരാഴ്ചയെങ്കിലും പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു നിന്നിട്ടുള്ള വ്യക്തിയാണോ താങ്കൾ എന്ന ചോദ്യം MV ഗോവിന്ദനെതിരെ വ്യക്തിപരമായി തന്നെ ചോദിക്കുന്നു. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയാണ്. ഗോവിന്ദച്ചാമിയുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന ഒരു കുറ്റപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഫിലിപ്പ് കവിയിൽ. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാണാം. അതായത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്നയാള് ഗോവിന്ദച്ചാമി പറയുന്നത് പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്.
എന്നാൽ ഇത് വളരെ പെട്ടെന്നോ സ്വാഭാവികമായി വന്ന ഏതെങ്കിലും സംസാരത്തിനിടയിൽ വന്ന ഒരു പ്രതികരണമോ അല്ല. കാരണം സഭ അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ തന്നെ ഈ പ്രസ്താവന ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ സമാനമായ നിലയിലുള്ള രൂക്ഷമായ വിമർശനം തുടരുകയായിരുന്നു. RSSനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ്. ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത്. ഈ ഉന്നയിക്കപ്പെട്ട പരാമർശങ്ങളിൽ, ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ ആത്മാർത്ഥമായി മറുപടി പറയാൻ ഈ പുരോഹിതന്മാർക്ക് കഴിവുണ്ടോ, അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ എന്നത് വി കെ സനോജിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് നോക്കിയാൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമുടന്നു. ഏറ്റവും വലിയ പ്രതിഷേധമുയർന്നത് കേരളത്തിലാണ്. അതിനുശേഷം ഒഡീഷയിൽ പാസ്റ്റർ ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നതാണ്. അപ്പോൾ ഇത് രാജ്യത്ത് തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ജോസഫ് പാംപ്ലാനി ഇത്തരമൊരു നന്ദി സൂചകമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിൽ സഭയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വിശ്വാസികളിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമുക്കറിയാം, ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ പോൾ കണ്ണൂക്കാടൻ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നതാണ്. അദ്ദേഹം അത് പാംപ്ലാനിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, സഭയുടെ അഭിപ്രായമല്ല എന്ന് തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ സഭയിലെ ഭിന്നതയാണ് നമുക്ക് അതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോഴും പലർക്കും പാംപ്ലാനി അന്ന് സ്വീകരിച്ച നിലപാടിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിയോജിപ്പ് മുതലെടുക്കുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. സഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുള്ള സാഹചര്യത്തിൽ അതിലെ ആ സാഹചര്യം മുതലെടുക്കുക എന്നതാണ് ഇതിലൂടെ, ഈ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ CPM ലക്ഷ്യമിടുന്നത്. അതാണ് നടന്നു വരുന്നത്. ഇപ്പോഴും ആ തരത്തിൽ സഭയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ നമുക്കറിയാം, കന്യാസ്ത്രീകൾ 9 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നത്. പരസ്യ വിചാരണയ്ക്ക് അവർ സഹിക്കേണ്ടി വന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 9ാം ദിവസം അവർക്ക് NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയാണ്. ഇവർ നിരപരാധികളാണ് എന്നത് പല BJP നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞതാണ്. ഇവർക്ക് ജാമ്യം ലഭിച്ചത് കോടതിയുടെ ഭാഗത്തു നിന്നാണ്, നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നാണ് ജാമ്യം ലഭിക്കുന്നത്. അത് ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ ഭരണകൂട നേതൃത്വങ്ങൾക്ക്, അതിന് നേതൃത്വം നൽകുന്നവർക്ക് നന്ദി അറിയിക്കുന്നതിലൂടെ ഭരണകൂടത്തിന്റെ ഏതോ ഔദാര്യത്തിലൂടെ ജാമ്യം ലഭിച്ചു എന്ന ഒരു തോന്നലാണ് പാംപ്ലാനി പിതാവിന്റെ പ്രസ്താവന ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഔദാര്യമല്ല, ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന ബോധമുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ CPM-ഉം സഭയും തമ്മിൽ ഇപ്പോൾ ഉള്ളൂ എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതിനകത്ത് ചില വിയോജിപ്പുകൾ സഭയ്ക്കുള്ളിൽ കൂടിയുള്ള സാഹചര്യത്തിലാണ് ഇത്തരം തുറന്ന പ്രസ്താവനകളുമായി നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നത് എന്നത് മനസ്സിലാക്കാം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ട വിവരങ്ങൾ, അത് നനഞ്ഞ പടക്കം എന്ന വിമർശനം വരുന്നുവെങ്കിൽ പോലും അത് നനഞ്ഞ പടക്കമല്ല, ശരിക്കും ബോംബാണ് എന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം. കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്കറിയാം, ഇന്നലെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ MP-മാരുടെ നേതൃത്വത്തിൽ നടന്നത്. ഡൽഹിയെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം എന്ന് പറയാം. ഏതാണ്ട് 300ഓളം MP-മാർ അണിനിരന്ന പ്രതിഷേധം അവിടെ നടക്കുന്നു. അത് പ്രതിപക്ഷ നിരയെ ഒന്നാകെ ഒറ്റക്കെട്ടായി നിർത്താനും സഹായിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ആ വിഷയത്തിൽ അവർ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. രാജ്യത്ത് പലയിടത്തും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടക്കുകയാണ്. അതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. സംസ്ഥാനത്ത് അത് ഏറ്റവും ശക്തമായിരിക്കുന്നത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. BJPക്ക് തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ച തെരഞ്ഞെടുപ്പ് വോട്ട് തിരിമറി നടത്തിയിട്ടാണ് അത് സാധ്യമാക്കിയത് എന്ന തരത്തിലുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരട്ട വോട്ടുകൾ ചേർത്തത് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി 11 പേരെയാണ് തന്റെ കുടുംബത്തിൽ നിന്ന് അവിടെ വോട്ടിന് ചേർത്തത്. ശാസ്തമംഗലത്ത് അവർക്ക് വോട്ടുണ്ട് എന്നിരിക്കെ അത് ക്രമരഹിതമായി
കള്ളസത്യവാങ്മൂലം നൽകി വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണമാണ് ഉയരുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അന്ന് പക്ഷേ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ പഴയ ആരോപണം കൂടുതൽ ശക്തമാക്കി ഉന്നയിക്കുകയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് TN പ്രതാപൻ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നടത്തിയ തട്ടിപ്പാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് TN പ്രതാപൻ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രാഥമികമായി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. TN പ്രതാപന്റെ പ്രതികരണം കണ്ടതിന് ശേഷം തിരിച്ചെത്താം. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. സുരേഷ് ഗോപി 11 വോട്ടുകളാണ് അവിടെ ക്രമരഹിതമായി ചേർത്തത് എന്ന ആരോപണം ഉയരുന്നു. സുരേഷ് ഗോപിയുടെ സഹോദരന് കൊല്ലത്ത് വോട്ടുണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ അത് ഇരട്ട വോട്ട് എന്ന ആരോപണം ഉയരുകയാണ്. പക്ഷേ കൊല്ലത്ത് അദ്ദേഹം വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. എന്തായാലും വലിയ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും എതിരെ ഉയരുന്നത് എന്നതൊരു വസ്തുതയാണ്. അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. പൂങ്കുളം മറ്റും കേന്ദ്രീകരിച്ചുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർക്കുന്നു എന്ന കാര്യം അന്ന് തന്നെ തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അധികാരികളെ സമീപിച്ചതാണ്. പക്ഷേ അന്ന് നടപടി ഉണ്ടായില്ല എന്നാണ് K മുരളീധരൻ പറയുന്നത്. അന്ന് കളക്ടറായിരുന്ന വ്യക്തി ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു, തങ്ങളുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു എന്ന് K മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാകും എന്ന നിലയിലാണ് K മുരളീധരൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. തൃശ്ശൂർ കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കും. ഡീറ്റെയിൽസൊക്കെ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ 50ഓളം നിയോജകമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ നടപടികളിൽ തൃശ്ശൂരും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാസ്തമംഗലത്തുകാരാണ് പതിയെ അവിടെ വോട്ട് ചേർത്തത്. കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂര്. അപ്പോൾ ഇവർക്കൊക്കെ വോട്ട് ശാസ്തമംഗലത്താണ്. കാലാകാലങ്ങളായിട്ട് ഇവർ വോട്ട് ചെയ്യുന്ന ശാസ്തമംഗലം ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. ആ വോട്ടുകളാണ് വ്യാപകമായിട്ട് തൃശ്ശൂരേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ തൃശ്ശൂർ അവർ ചേർത്ത അഡ്രസ്സ് നിലവിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. കാരണം അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി താമസിച്ച ഒരു വാടക വീടാണ്. ആ വീട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ ആ വീട് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറയുന്നത്. SP-ക്ക് അന്വേഷണ ചുമതല നൽകിയതായും അദ്ദേഹം പറയുന്നു. എന്തായാലും ഗൗരവത്തോടെ തന്നെ ഈ വിഷയം ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ് അത്രമേൽ പ്രാധാന്യത്തിൽ രാജ്യമെമ്പാടും ഉയർത്തുകയാണ്. അതിൽ കേരളത്തിൽ തൃശൂർ ഒരു പ്രധാനപ്പെട്ട ഇടമായി എടുത്ത് അവിടം പഠിക്കാനും അവിടെ നടന്നിട്ടുള്ള തട്ടിപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ രംഗത്ത് കൊണ്ടുവരാനുമാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിയമ നടപടി എന്നതും കോൺഗ്രസ് മുന്നിൽ കാണുന്നു. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും SP-ക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നതെന്ന് R. ഇളങ്കോ പറയുകയാണ്. ഈ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനവുമായി ഭരണകക്ഷി നേതാക്കളും രംഗത്ത് വന്നു. V. ശിവൻകുട്ടി പറഞ്ഞത് സുരേഷ് ഗോപി രാജിവെക്കണമെന്നതാണ്. KB ഗണേഷ് കുമാറും അതിരൂക്ഷ വിമർശനമുയർത്തി. ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ്. അതിലൊരു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു സുതാര്യത കാണിക്കുകയും അത് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യണം. ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ആ ഡെമോക്രസിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പുറത്തു വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും.
അതിഗുരുതരമായ ആരോപണമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലേ? സഭ നടക്കുന്ന സമയമാണ്, പാർലമെന്റിൽ സുരേഷ് ഗോപി ഉണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഒന്നും പ്രതികരിക്കാതെ പോയിരിക്കുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ വ്യക്തിപരമായി ചൂണ്ടി സത്യപ്രസ്താവന നടത്തിയതിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഒരു മറുപടിയുമില്ല സുരേഷ് ഗോപിക്ക് എന്നത് വേണം അറിയാൻ. ഇതിനെ പ്രതിരോധിച്ച് ആദ്യമായി രംഗത്ത് വന്നത് വി മുരളീധരനാണ്. 11 വോട്ട് കള്ളവോട്ടാണെങ്കിൽ എന്താ, ബാക്കി 70,000 വോട്ടില്ലേ എന്ന ഒരു വിചിത്രമായ ചോദ്യമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത്. ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു, ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ആരാ ഇത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം, വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്, വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്കും വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടത്. 75,000 വോട്ടിന് ജയിച്ച ആള് ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവില്ലല്ലോ. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ദേശീയ തലത്തിൽ എന്തൊക്കെയാണോ BJP ഉയർത്തുന്ന ന്യായങ്ങൾ, അത് തന്നെ തൃശ്ശൂരിലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടും BJP ഉയർത്തുന്നു എന്നത് വേണം വി മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതോടനുബന്ധിച്ച് നേരത്തെ ഉയർന്ന പല വോട്ട് തട്ടിപ്പ് ആരോപണങ്ങളും വീണ്ടും ഉയരുകയാണ്. 2016 ഉടുമ്പൻചോലയിൽ നിന്ന് MM മണി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയത് വോട്ട് തട്ടിപ്പ് നടത്തിയതാണ് എന്ന ആരോപണം കോൺഗ്രസ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് 10,000 ഉടുമ്പൻചോലയിൽ മാത്രം 10,000 കള്ളവോട്ടുകൾ, ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നതാണ് അവരുടെ ആരോപണം. സേനാപതി വേണുവിനെതിരെ 1109 വോട്ടുകൾക്കായിരുന്നു MM മണിയുടെ അന്നത്തെ ജയമുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാറായ ഘട്ടത്തിലൊക്കെ അവിടെ നിന്ന്, അതിർത്തിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇരട്ട വോട്ട് ചെയ്യിപ്പിച്ചു എന്നതാണ് ഗുരുതരമായ ആരോപണം. അത് അന്നും ഉയർന്നിരുന്ന ആരോപണമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി പകർന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇബ്രാഹിം കുട്ടി കല്ലാറിന്റെ പ്രതികരണം കേൾക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തായാലും അത് നേരത്തെ ഉയർന്ന ആരോപണമാണെങ്കിലും ഇപ്പോൾ കൂടുതൽ ശക്തമായി കോൺഗ്രസ് MM മണിക്കെതിരെ അതിൽ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 10,000-ഓളം വോട്ടുകൾ ഈ പറയുന്നത് പോലെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന MM മണി തന്നെ നേരിട്ടാണ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ട് ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കൊണ്ടുവന്നു. ഇത് വളരെ വ്യക്തമാണ്. ഇരട്ട വോട്ട് പദവി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട്. ആ ഇരട്ട വോട്ട് പദവി കണ്ടെത്തിക്കൊണ്ട് അത് ഒറ്റ ഏകീകൃതമായിട്ടുള്ള വോട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മാറും? എന്തായാലും വലിയ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധി തെളിവുകളോടെ നടത്തിയ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഉയരുന്നത്. ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. പാർലമെന്റിന്റെ അകത്തും പുറത്തും ഇന്നും പ്രതിപക്ഷ നേതാക്കൾ ഇതേ വിഷയത്തിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർത്തി. 124 വയസ്സുള്ള ഒരു വോട്ടറുടെ പേര് ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് പാർലമെന്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. അവർ 124 വയസ്സുള്ള അവരുടെ ആ വോട്ടർ പട്ടികയിലെ സ്ഥാനം അത് ചോദ്യം ചെയ്തുകൊണ്ടാണ്, അതങ്ങനെ ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇന്ന് സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം അരങ്ങേറിയത്. क्वेश्चन नंबर 321 श्री बजरंग मनोहर सोनवने। क्वेश्चन नंबर माननीय सदस्य क्वेश्चन नंबर 321 माननीय मंत्री महोदय माननीय सदस्य सर, ये ग्रामीण
ग्रामीण क्षेत्र चाहता है कि एसआईआर पे चर्चा होना चाहिए, इसीलिए एसआईआर पे चर्चा होना जरूरी है। एसआईआर पे पहली एसआईआर पीछे रहिए। വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 124 വയസ്സുള്ള വോട്ടർ മിൻഡ ദേവിയുടെ പേര് ആലേഖനം വോട്ടർ തെരഞ്ഞെടുപ്പ് ID കാർഡിലെ ഫോട്ടോയും ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം അവിടെ അരങ്ങേറിയത്. ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ പോരാട്ടം അതിനു വേണ്ടിയാണ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടായിരുന്നു വലിയ പ്രതിഷേധം അവിടെ പാർലമെന്റിനകത്തും പുറത്തും അരങ്ങേറിയത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ പറഞ്ഞു, ഈ പോരാട്ടം അവസാനിക്കുന്നില്ല, ഇനി പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുന്നത് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ഒരു മുന്നറിയിപ്പ് കൂടി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു. ഇത് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്, ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്നത് രാഹുൽ ഇന്നും ആവർത്തിച്ചു. इलेक्शन कमीशन जानता है, हम जानते हैं, पहले सबूत नहीं था, अब क्लियरली सबूत है और हम कॉन्स्टिट्यूशन की रक्षा कर रहे हैं। वन मैन वन वोट कॉन्स्टिट्यूशन का फाउंडेशन है और इलेक्शन कमीशन की ड्यूटी है कि वो वन मैन वन वोट इन्फोर्स करें और उन्होंने नहीं किया है, उन्होंने अपनी ड्यूटी नहीं की है। तो हम सिर्फ कॉन्स्टिट्यूशन को प्रोटेक्ट कर रहे हैं, उसकी रक्षा कर रहे हैं, संविधान की रक्षा कर रहे हैं और हम करते रहेंगे, हम रुकेंगे नहीं। രാജ്യമൊട്ടുക്ക് ഇതുപോലെ ആരോപണങ്ങൾ ഉയരുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസും വലിയ പ്രതിഷേധം ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. കോൺഗ്രസ് പിന്നോട്ടില്ല എന്ന സൂചന നൽകുന്നു. രാജ്യമൊട്ടുക്ക് പ്രതിഷേധം ഉയരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശരിയാം വണ്ണം നടന്നില്ല എന്ന ചൂണ്ടിക്കാട്ടലുകളാണ് തെളിവോടുകൂടി പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ടുന്ന ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് നടത്തുകയുണ്ടായി. അങ്ങനെ ഒറ്റക്കെട്ടായി വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമാക്കാനുള്ള നീക്കമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയും ഉയരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിൽ വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കാരണം ഒരു ഭരണഘടനാ സ്ഥാപനം ഏറ്റവും സുതാര്യവും നിഷ്പക്ഷവുമായി പ്രവർത്തിക്കേണ്ടുന്ന ഭരണഘടനാ സ്ഥാപനം ഇങ്ങനെ സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ആ സ്ഥാപനത്തിന് ചേർന്നതല്ല, രാജ്യത്തിന് ചേർന്നതല്ല. ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അവിടെ ഏറ്റവും സുതാര്യമായിരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയാതീതമായി പ്രവർത്തിക്കുന്നു എന്നത് ഉറപ്പുവരുത്തണം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും കമ്മീഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൗനത്തിൽ നിന്ന് കമ്മീഷൻ പുറത്തു വരും. ഇതിൽ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്.
പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുത്. ശബരിമലയിൽ സർക്കാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമവും വിവാദത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ സംശയമുയർത്തിയിരിക്കുകയാണ് ബിജെപിയും ചില ഹിന്ദു സംഘടനകളും. സർക്കാരിന് എന്ത് അവകാശമാണ് ഇത്തരത്തിലൊരു സംഗമം അവിടെ സംഘടിപ്പിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. യുവതി പ്രവേശനം നടത്തിയ സർക്കാരിന് എന്ത് അവകാശം ഇങ്ങനെ ഒരു മഹാസംഗമം അവിടെ സംഘടിപ്പിക്കാൻ? അത് ചില സംശയങ്ങൾക്കിടയാക്കുന്നു എന്നതാണ് ബിജെപി ഉൾപ്പെടെ ഉന്നയിക്കുന്ന വലിയ ആരോപണം. അപ്പോൾ എന്താണ് ഈ അയ്യപ്പ സംഗമം എന്ന് നോക്കിയാൽ, സെപ്റ്റംബറിലാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ 16-ന് നട തുറക്കും, 21-ന് അടയ്ക്കും. അതിനോടനുബന്ധിച്ച് മഹാസംഗമം സംഘടിപ്പിക്കുക എന്നതാണ്, പമ്പയിൽ സംഘടിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 3000-ഓളം പ്രതിനിധികളെ അതിലേക്ക് പ്രതീക്ഷിക്കുന്നു. അത് വിവിധ സംഘടനകളിൽ നിന്ന്, മലയാളി സംഘടനകളിൽ നിന്ന്, സമുദായ സംഘടനകളിൽ നിന്ന് ഒക്കെയുള്ള ഭക്തരായ ഒക്കെ ഉള്ള, ലോകത്തെ എമ്പാടുമുള്ള ഭക്തരായ ഒക്കെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 3000-ഓളം പേരെ പങ്കെടുപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, അത് ശബരിമലയുടെ കീർത്തി അത് ലോകരാഷ്ട്രങ്ങളിലേക്ക് കൂടി എത്തിക്കുക, ആഗോള തലത്തിൽ വർദ്ധിപ്പിക്കുക, അതിനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക, അവിടുത്തെ കീർത്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുക എന്നതൊക്കെയാണ് സർക്കാർ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെ സമീപ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട്, രാജ്യത്തെ തന്നെ പല പ്രമുഖരെയും ഉൾപ്പെടുപ്പിച്ചുകൊണ്ടൊക്കെ വളരെ വിപുലമായി സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന സംഗമത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. അപ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത് കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം അതിഗുരുതരമായ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. 10 ചോദ്യങ്ങൾ അദ്ദേഹം സർക്കാരിനോട് ചോദിക്കുന്നു. ബിന്ദു അമ്മിണിയെ പോലെ ഉള്ളവരെയൊക്കെ പങ്കെടുപ്പിക്കാനാണ് സംഗമം നടത്തുന്നത്. ഈ സർക്കാരിന് എന്ത് അവകാശമാണ് ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കാൻ എന്ന ചോദ്യമാണ് ചോദിപ്പിക്കുന്നത്. ഇത് പല സംശയങ്ങൾക്കും ഇട നൽകുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ, ആവശ്യങ്ങളുണ്ട്. അതിലൊന്നും നടപടിയെടുക്കാതെ എന്തിനിപ്പോൾ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു എന്നതാണ് കുമ്മനം രാജശേഖരൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു മതേതര സർക്കാരിന്റെ മന്ത്രി, അദ്ദേഹം MLA ആയി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് തേടി ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മതവിഭാഗത്തിന്റെ ആളുകളെ വിളിച്ചുകൂട്ടി നടത്തിക്കളയും എന്ന് പറയാൻ നിയമപരമായിട്ട് സാധ്യമല്ല. ഭരണഘടനാപരമായ അധികാരം അദ്ദേഹത്തിനില്ല. അത് ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ശബരിമല പോലെ ഒരു സ്ഥലത്ത് സർക്കാർ എന്തിനു ഇടപെടണം? അവിടെ ഒരു ദേവസ്വം ബോർഡുണ്ട്, സ്വയംഭരണാധികാരമുള്ള ബോർഡാണ്. ആ ബോർഡിന്റെ കാര്യങ്ങളിൽ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ, ക്ഷേത്ര ഭരണത്തിൽ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഒരു മന്ത്രി ഇടപെടുന്നത്? ഇതാണ് ഫണ്ടമെന്റലായിട്ട് ചോദ്യം. പല സംശയങ്ങളാണ് ചോദിക്കുന്നത്. ഒരു മതേതര സർക്കാർ എന്തിനാണ് ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടുന്നത് ഭരണഘടനാ ലംഘനമല്ലേ എന്ന് കുമ്മനം രാജശേഖരൻ ചോദിക്കുന്നു. ആചാര ലംഘനം നടത്തിയ വിവാദ ആക്ടിവിസ്റ്റുകൾക്ക് സർക്കാർ വീണ്ടും വേദി ഒരുക്കാനാണോ ഇത്തരം ഒരു സംഗമം എന്ന സംശയവും കുമ്മനം രാജശേഖരൻ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും ഇതിന്റെ എതിരെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവന തട്ടിപ്പിന് കളമൊരുക്കുന്നത് എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരള ഘടകം ചൂണ്ടിക്കാട്ടുന്നത്. അയ്യപ്പ ഭക്തനാണ് എന്ന് പരസ്യമായി പറയാനും ഒരു ദർശനം നടത്താനും തയ്യാറാകാത്ത മന്ത്രിക്ക്
ഈ വാക്ക് പോലും ഉച്ചരിക്കാൻ എന്ത് അവകാശം എന്ന ചോദ്യമൊക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് ചോദിക്കുന്നുണ്ട്. യുവതീ പ്രവേശനത്തിന് കൂട്ടുനിന്നവർക്ക് ഇപ്പോൾ തോന്നുന്ന അയ്യപ്പസ്വാമി സ്നേഹം ആട്ടിൻ തോലിട്ട ചെന്നായകൾക്ക് തുല്യമാണ് എന്ന വിമർശനം കൂടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉയർത്തുന്നത്. ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ അതിനെ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞ് സ്വീകരിച്ചതാണ്. പക്ഷേ ചില സംശയങ്ങൾ ഇപ്പോഴും രാഹുലിനും ബാക്കിയുണ്ട്. സർക്കാർ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു സംഗമം നടത്തേണ്ടത് എന്നതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. സർക്കാരിന്റേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണാം. ഇലക്ഷൻ വരുന്നൊരു വർഷമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 2, എടുത്ത കേസുകൾ പിൻവലിക്കണം. ഞാനടക്കം ആദ്യം ഇതിൽ അറസ്റ്റിലാകുന്ന എന്റെ മുത്തശ്ശി ദേവകി അന്തർജനവും പിന്നീട് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരിയും പിന്നീട് ഞാനും പ്രയാഗ് ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുകൾ പിൻവലിക്കണം. ഞാനൊക്കെ ഇപ്പോഴും പലതവണ കോടതികളിലായി പോകുന്നുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായും പിൻവലിക്കണം. 3, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശബരിമലയുടെ കാര്യത്തിൽ കഴിഞ്ഞ 30-40 വർഷങ്ങളായി ഏറ്റവും പ്രോമിനന്റ് വോയിസ് ആണ് ശ്രീ കുമ്മൻ രാജശേഖരൻ അവർ. അതുകൊണ്ട് അദ്ദേഹം അടക്കം പറയുന്നവർ ഉള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുകയും അദ്ദേഹം ഒരു പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അടക്കം കൂടി ഇത്തരം യോഗങ്ങളിലോ മറ്റും കൊണ്ടുവരികയാണെങ്കിൽ ഒരു സർവകക്ഷി ഫീൽ അതിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. കാര്യം ജി സുധാകരൻ സാർ ഏറ്റവും കൂടുതൽ വലതുപക്ഷത്തോട് ഫൈറ്റ് ചെയ്യുന്ന ജി സുധാകരൻ സാർ എന്നപ്പം പോലും ശ്രീ കുമ്മൻ രാജശേഖരൻ അവരുടെ പല നിർദ്ദേശങ്ങളും എടുക്കുകയും അതിനെക്കുറിച്ച് സുധാകരൻ സാർ എന്ന പത്രത്തിലടക്കം എഴുതുകയും ചെയ്തു. പക്ഷേ 2, ഇത്തരത്തിൽ വലിയൊരു കോൺക്ലേവ് നടക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവായി നമുക്ക് ഇടപെടാൻ സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് നീങ്ങുന്നതെന്ന് നോക്കിയാൽ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തങ്ങളിൽ നിന്ന് അകന്നുപോയ ഹിന്ദു വോട്ടർമാരെ ഒപ്പം ചേർക്കുക എന്നതാണ് സർക്കാർ ഒരു വലിയ ലക്ഷ്യമായി ഇതിനോടനുബന്ധിച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി സർക്കാർ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ, അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതൊരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാനല്ല. വിശ്വാസികൾക്ക് ചേരാത്ത ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ അതിൽ സർക്കാർ നടപ്പാക്കുമെന്ന് കരുതാൻ വയ്യ. പക്ഷേ വ്യാപകമായ വിമർശനം ഉയരുന്നതിന്റെ പശ്ചാത്തലം ഇതൊരു രാഷ്ട്രീയ സാഹചര്യമായി, യുവതീ പ്രവേശനം ഒരു സുവർണാവസരമായി കണ്ട് അതിനെ രാഷ്ട്രീയ സാഹചര്യമായി പരിണമിപ്പിച്ചവർക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അത്ര രുചിക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. അപ്പോൾ എതിർപ്പിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന സാഹചര്യം മനസ്സിലാക്കിയാൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അഭിപ്രായങ്ങൾക്ക് പിന്നിലുള്ളത് എന്നത് വ്യക്തമാകും. എന്തായാലും ഇനി എന്ത് നിലപാട് ഇപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉയരുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്നു, സമുദായ സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന സംഗമമാണ്. വലിയ ഒരുക്കങ്ങളോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം വിമർശനങ്ങൾ കൂടി ഉയരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈ ഓൺലൈൻ വഴി മദ്യം എത്തിയാൽ എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നവർക്ക് ചൂണ്ടിക്കാട്ടാൻ നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവർക്ക് ചൂണ്ടിക്കാട്ടാൻ നിരവധിയായിട്ടുള്ള റീസണുകൾ ഉണ്ട്. ഈ പ്രശ്നമൊക്കെ തുടങ്ങി വെച്ചത് ബെപ്കോ MD ആണ്. ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതാണ്. അത് ഓൺലൈൻ വഴി മദ്യം എത്തിച്ചാൽ അത് ഉപഭോഗം വർദ്ധിക്കാൻ ഒരു തരത്തിലും സാഹചര്യം ഉണ്ടാക്കില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് നേട്ടമുണ്ടാകും എന്നതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വീട് ബാറാക്കി മാറ്റും ഈ നിലപാട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഹർഷിത അട്ടല്ലൂരി പാടെ തള്ളിക്കളയുകയാണ്. ബെപ്കോ ആപ്പ് സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷ അവർ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. സർക്കാർ അംഗീകരിച്ചാൽ നന്നായിരുന്നു, കസ്റ്റമർക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റ് ഇതിനെതിരെ വരുന്ന വിമർശനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. കസ്റ്റമേഴ്സിന്റെ തൃപ്തി അത് മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളത്, ശുപാർശ നൽകിയിട്ടുള്ളത് എന്നതുകൂടിയാണ് ബെപ്കോ MD ഹർഷിത അട്ടല്ലൂരി പറഞ്ഞത്. ബേസിക്കലി ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു ലീഗൽ ബിസിനസ്സാണ്. ഇത് ഡ്രഗ്സ് അല്ല, ഡ്രഗ്സ് ആർ ഇല്ലീഗൽ. ആൽക്കഹോൾ ഇസ് എ ലീഗൽ ബിസിനസ്. ഇപ്പോൾ ഈ ലീഗൽ ബിസിനസ്സിൽ നമ്മൾ ഷോപ്സ് നടത്തുന്നു.
ഇപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഒരു ഓൺലൈനായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. കാരണം എല്ലാ പ്രൊവിഷൻസ് മുതൽ ഫുഡ് മുതൽ സേഫ്റ്റി പിൻസ് മുതൽ കാർസ് വരെ എല്ലാം നമുക്ക് ഓൺലൈൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ലിക്കർ മാത്രമേ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്? ഞാൻ CMD ബെപ്കോ ആയിട്ട് ഞാൻ ഒരു പ്രപ്പോസൽ എൻ്റെ കോർപ്പറേഷൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി, പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പ് വെച്ചു. അപ്പോൾ ഗവൺമെൻറ് ഇത് പല ആംഗിൾസിൽ നിന്ന് നോക്കിയിട്ട് അപ്പോൾ ആവശ്യമായ തീരുമാനം ഗവൺമെൻറ് പറയും. എന്തായാലും സർക്കാരിന് ഇത്തരം ഒരു നീക്കവുമില്ല എന്ന് പറയുമ്പോഴാണ് ആവർത്തിച്ച് ഈ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹർഷിത അട്ടല്ലൂരി മാധ്യമങ്ങളെ കാണുന്നത്, സംസാരിക്കുന്നത്. വിവാദം കൈവിട്ടു പോകുമോ എന്ന ഒരു സംശയം. പല കോണിൽ നിന്നും വിവാദം ശക്തമായ സാഹചര്യത്തിലാണ് ശക്തമായ ഇടപെടൽ മന്ത്രി MP രാജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. താനാണ് മന്ത്രി, താൻ പറയുന്നതാണ് സർക്കാർ നടപ്പാക്കാൻ പോകുന്ന കാര്യം. അത് സർക്കാരിന്റെ നിലപാടുകൾ എപ്പോഴും മദ്യനയത്തിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കും എന്ന ശക്തമായ വാക്കുകൾ ഇന്നലെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതിപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ദിവസം ഈ കാര്യമൊക്കെ വ്യക്തത വരുത്തിയതാണ്. സർക്കാർ അങ്ങനെ ആലോചിച്ചിട്ടില്ലാണ്. വീണ്ടും എല്ലാ ദിവസവും നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, നിങ്ങൾ തന്നെ എന്നോട് വന്ന് ചോദിക്കുന്നു. ഓരോ ദിവസം ഒരു കാര്യം പറയാം, സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുക മന്ത്രിയാണ്. ഈ കാര്യത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് വ്യക്തമാക്കുക. അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥനുമില്ല. മന്ത്രി വിവാദങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഘട്ടത്തിലാണ് കടുത്ത നിലപാടുമായി മന്ത്രി രംഗത്ത് വന്നത്. പക്ഷേ മന്ത്രി ഉറപ്പിച്ച് കാര്യം പറയുമ്പോൾ പോലും ഒരു സംശയം ബാക്കിയാക്കുന്നത്, സർക്കാരിന്റെ നിലപാട് ഇതാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ബെപ്കോ MD ഇങ്ങനെ പരസ്യമായി എല്ലാ മാധ്യമങ്ങളോടും സംസാരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, അതിനെ അനുകൂലിച്ച് പറയുന്നത് എന്ന ഒരു സംശയം ബാക്കിയാണ്. എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല, സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയും അടങ്ങുന്നില്ല. ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ ഇതിൽ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നു എന്ന ഒരു വലിയ വിമർശനം നടത്തുന്നു. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. LDF സർക്കാരിന്റെ മദ്യവിരുദ്ധ പരസ്യങ്ങളെ കാതോലിക്ക ബാവ പരിഹസിച്ചു. സർക്കാരിന്റെ മദ്യനയം ജലരേഖയായി മാറുന്നു എന്ന ഒരു വലിയ വിമർശനം കൂടിയാണ് അദ്ദേഹം ഇതിനെതിരെ ഉന്നയിക്കുന്നത്. മദ്യം വീട്ടുപടിക്കൽ എത്തുന്ന സാഹചര്യമാണ്, ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുവിനെ ലളിതവൽക്കരിക്കുന്നത് ഭൂഷണമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഇതിനെ വിമർശിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ബിഷപ്പിന് അരി വാങ്ങാൻ റേഷൻ കടയിൽ പോയി വിരൽ പതിപ്പിക്കണം, എന്നാൽ മദ്യം വീട്ടുപടിക്കൽ എത്തിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നതാണ് ഉയരുന്ന വലിയ ആക്ഷേപം. അദ്ദേഹവും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓൺലൈൻ പർച്ചേസ് വളരെ സുഗമമായി നടത്തുന്നതാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപഭോഗം കൂടും എന്നത് നമ്മളുടെ ഓൺലൈൻ പർച്ചേസിന്റെ ഹിസ്റ്ററി തന്നെ എടുത്തു നോക്കിയാൽ കാണാം. ഞാനൊക്കെ ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാ മാസവും കുറച്ച് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്, ഒരു ബുദ്ധിമുട്ട് പോലെയാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, ആവശ്യത്തിലധികം ഷോപ്പ് ചെയ്യും എന്നുള്ളതാണ് ഓൺലൈൻ പർച്ചേസിന്റെ പ്രത്യേകത. അത് നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവം എടുത്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പല വ്യഞ്ജനങ്ങൾ പോലും നമുക്കിപ്പോൾ ഓൺലൈനായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫറുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ തെരഞ്ഞുപിടിച്ച് സാധനങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വാങ്ങുന്നത് ഒരു ശീലമായി മാറിയിരിക്കുകയാണ് മലയാളികൾക്ക്. അപ്പോൾ മദ്യം കൂടി അങ്ങനെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായാലും ഉപഭോഗം വർദ്ധിക്കുമെന്നത് സത്യമാണ്. അതാണ് അവരുടെ ബിസിനസ് കണ്ണ്. പക്ഷേ അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും, വിവാദങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കും എന്ന ഒരു സംശയം കൊണ്ടാണ് മന്ത്രി ഇപ്പോൾ ചില വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത്. എന്തായാലും ഇത് ഓൺലൈനിലേക്ക് പോകുമെന്നതിൻ്റെ സൂചനയാണ് ഈ ചർച്ചകൾ എന്നതാണ് എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് മറ്റുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സംവരണത്തിനായി ജാതി മാറ്റം നടക്കുന്നില്ലെന്ന ലത്തീൻ സഭയുടെ വാദം പൊളിയുന്നു. സമീപ കാലയളവിലും വ്യാപക തട്ടിപ്പ് നടക്കുന്നതിന്റെ തെളിവുകൾ പുറത്ത്. സഭയ്ക്കെതിരെ പരാതിയുമായി നാടാർ സംഘടനകൾ. വിഭജന ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ സർക്കുലറിനെതിരെ SFI. ഇന്ത്യയെ ബാധിച്ച ഹൊറർ
RSS ആണ്. പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും SFI തടയും. നാളെ ക്യാമ്പസുകളിൽ ഗവർണറുടെയും കണ്ണൂർ കേരള VC-മാരുടെയും കോലം കത്തിക്കുമെന്നും PS സഞ്ജീവ് SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കോഴിക്കോട് തഴമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയായ സഹോദരൻ മരിച്ച നിലയിൽ, പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലശ്ശേരി കൊയോലിപ്പുഴയുടെ തീരത്ത്. സഹോദരിമാരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിലായിരുന്നു പ്രമോദ്. ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്ക് GPR സാങ്കേതിക വിദ്യയും ആധുനിക സംവിധാനങ്ങൾ ധർമ്മസ്ഥലയിലെത്തിച്ചു. വിശദ പരിശോധന പോയിന്റ് 13-ൽ ന്യൂസ് 18 സംഘം അന്വേഷണം തുടരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് സ്ഥിരീകരിച്ച് തലാൽ ആക്ഷൻ കൌൺസിൽ. യമനിൽ ചർച്ച നടക്കുന്നില്ലെന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നത് കള്ളമെന്ന ആക്ഷൻ കൌൺസിൽ പ്രതിനിധി സർഹാൻ ഷംസാൻ അൽ വിസ്വാബി. വധശിക്ഷ വേണമെന്നാണ് ആഗ്രഹമെങ്കിലും ചർച്ചയിൽ ധാരണയായി കഴിഞ്ഞെന്നും ഫേസ്ബുക്ക് വീഡിയോ. സിനിമാ സംഘടനകളിൽ പോരുമുറുകുന്നു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ തുറന്നടിച്ച് സജി നന്ദ്യാട്ട്. ചേംബർ പ്രസിഡന്റ് ആകാതിരിക്കാൻ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് എന്നും സജി നന്ദ്യാട്ട്. സാന്ദ്ര പറഞ്ഞ ചില നിലപാടുകളെ പിന്തുണയ്ക്കുന്നുവെന്നും സജി നന്ദ്യാട്ട്. നമ്മുടെ ഫോക്കസ് 5 വാർത്തകൾ ഇന്ന് കൂടുതൽ സമയം അവഹരിച്ചിരിക്കുകയാണ്. നമുക്കിനി യാത്ര പോകാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ സായന സവാരിയിലേക്ക്. കൊച്ചിയിലെത്തുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് ക്യൂൻസ് വാക്ക് വേ. അവിടെ കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാനുള്ള വലിയ സംവിധാനമാണ്. ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് സായാഹ്നം ചെലവിടാൻ അവിടേക്ക് നിരവധി പേരാണ് ഓരോ ദിവസവും എത്തിയിരിക്കുന്നത്. അവിടേക്ക് യാത്ര പോവുകയാണ് നവമി ദിനേശ് നമ്മളെയും കൊണ്ട്. കൊച്ചി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒന്ന് സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ക്യൂൻ വാക്ക് വേ. കായലിന്റെ കാറ്റേറ്റ് മനോഹരമായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കാം. ജിഡ റോഡിന്റെ തുടക്കം മുതൽ ചാക്യത്ത് പള്ളി വരെ 1.8 കിലോമീറ്റർ ഉണ്ട് ഈ വാക്ക് വേക്ക്. സന്ദർശകർക്ക് ഇരിക്കാൻ പറ്റിയ ബെഞ്ചുകളുമുണ്ട്. ഒപ്പം ഇവിടത്തെ ഭംഗി കൂട്ടാൻ മനോഹരമായി പരിപാലിച്ചു പോകുന്ന ചെടികളും. വല്ലപ്പോഴും വരാറുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭംഗിയാണ്. കാരണം വെച്ചാൽ ഈ കായലും പിന്നെ ഈ പറഞ്ഞ കാറ്റുള്ള മരങ്ങളുണ്ട്. പിന്നെ ക്രൗഡിനെ കാണാൻ താല്പര്യമാണെങ്കിൽ ഇവിടെ വരാം. പിന്നെ ഇപ്പുറത്തുള്ള ചായ കുടിക്കാം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. കാരണം ചിലവർക്ക് ക്രൗഡ് ഇഷ്ടമല്ലെങ്കിൽ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം വന്നിരുന്ന് ഞങ്ങളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുക ഇവിടെ. തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ ഞാൻ നേരത്തേക്ക് ഇപ്പോഴല്ല, ഞാൻ നേരത്തേക്ക് മറൈൻ ഡ്രൈവിൽ പോയിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ചില സമയത്തൊരു വളരെ ന്യൂസിയൻസ് ഒക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു, ചില ക്രൗഡുകൾ. അപ്പം അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാൽ അതൊരു നെഗറ്റീവായിട്ട് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ വന്നിരിക്കാനൊക്കെ കുഴപ്പമില്ല. ചില നേരത്തൊക്കെ ഇവിടെ മ്യൂസിക് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ സമാധാനമൊക്കെ ഉണ്ട്. കാറ്റ് കുഴപ്പമില്ല, നല്ല ഒരു വൈബുള്ള സ്ഥലമൊക്കെയാണ്. വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട്. വളരെ താല്പര്യം. കാരണം കുറച്ച് നമ്മൾ ഇത്രയും എന്താ പറയുക, ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ടുള്ള ലൈഫിൽ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യുക, എല്ലാവരെയും കാണുക, അതൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലല്ലോ. പുറത്താകുമ്പോഴത്തേക്കും ആ ഒരു ഫീല് കിട്ടും ഇവിടെ വരുമ്പോൾ. പിന്നെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണ്. കുറച്ചുകൂടെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒത്തുവിടുന്ന സ്ഥലമാണ് ഇവിടെ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ തറവാട്. അപ്പോൾ ഞങ്ങൾ എല്ലാ 10th പഠിച്ച കുട്ടികളൊക്കെ കൂടി ഗ്യാദർ ചെയ്യുന്ന സ്ഥലമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇവിടെ തന്നെ എനിക്ക് പോകും. അതെ. ഇവിടെ ഫ്രണ്ട്സ്, ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെയാണ് ഇവിടെ.
നല്ല രസമാണ് ഇവിടെ. ഞങ്ങളിവിടെ വന്ന് കവിതാ പുസ്തക പ്രകാശനം നടത്തിയിട്ടുണ്ട്. സൂപ്പർ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാറുണ്ട്, ബർത്ത്ഡേ ഘോഷിക്കാറുണ്ട്. സൂപ്പറാണ്. ഞങ്ങളുടെ സ്ഥലമല്ലേ, ഞങ്ങളുടെ പള്ളിയാണ് കാണുന്നത്. ഞങ്ങളുടെ പള്ളിയാണത്, പള്ളി. സൂപ്പറാണ്, നല്ല സ്ഥലമാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഇവിടെ ഇപ്പം മാറിയിട്ടാ. കുറച്ച് കുട്ടികൾ നമ്മുടെ ജനറേഷൻ ഇപ്പോഴത്തെ പിള്ളേര് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം കുറച്ച് എല്ലാവരും ചിട്ടയോടുകൂടി പോകുന്നുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററും മറൈൻ ഡ്രൈവിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ക്യൂൻ വാക്ക് വേ. രാത്രിയാണ് ഇവിടെ കൂടുതൽ സജീവമാകുന്നത്. റോഡിന്റെ മറ്റൊരു വശത്ത് നിറയെ കടകളാണ്. സുഹൃത്തുക്കളായും കുടുംബത്തോടൊപ്പം ഒക്കെ നിരവധി പേരാണ് ഫുഡ് കഴിക്കാൻ ഇവിടെ എത്തുന്നത്. ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഒട്ടും പേടിക്കേണ്ട കേട്ടോ. പോലീസിന്റെ നിരീക്ഷണത്തിന് പുറമെ CCTV ക്യാമറകളും ഹൈടെക് 360 ക്യാമറകളും ഉണ്ട്. ജിമ്മുണ്ട്. ദിവസവും എക്സസൈസ് ചെയ്യാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഫ്രീ വൈഫൈ എന്നതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റും ഉണ്ട്. എങ്ങനെയുണ്ട് ക്യൂൻ വാക്ക് വേ? നല്ല രസമാണ്. ഇവിടെ എപ്പോഴും വരാറുണ്ട്. ഇവിടുത്തെ ജിമ്മൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഇരുന്ന എപ്പോഴും കാറ്റൊക്കെ കിട്ടും. ഈ ഒരുപാട് കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടമാണല്ലേ? ഇവിടെ വന്ന് കാറ്റൊക്കെ ഉണ്ട്. കൂടുതൽ ജിമ്മിലാണല്ലോ. ഞാൻ വന്ന മുതൽ നോക്കിയപ്പോ ഓരോന്നിലും എക്സസൈസ് ചെയ്യാം. അത് ഇതിൽ കളിക്കാൻ നല്ല രസമാണ്. ഇവിടെ ഒരു പാർക്ക് കൂടി വേണമെന്നുള്ള ആവശ്യമുണ്ടോ? അതും കൂടി ആഗ്രഹമാണ് അല്ല. ഇവിടെ ഒരു പാർക്ക് കൂടി വേണം അല്ലേ? കൊറേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഫ്രണ്ട്സ് ഒക്കെ ആയോ ഇവിടെ വന്നിട്ട്? കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു ക്യൂൻ വാക്ക് വേ? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ നല്ല ആൾക്കാർ കുറേ പേര് വരും. പിന്നെ ഇവിടെ കുറേ ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് കുറേ പേര് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. പിന്നെ ഫിഷസും അങ്ങനെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ച് ആൾക്കാർ എൻജോയ് ചെയ്യും. കുറച്ചും കൂടെ ഒരു രാത്രി 11 മണി കഴിഞ്ഞാലാണ് ഇവിടെ വൈബ്. നൈറ്റ് ലൈഫാണ് കൂടുതലും. ഒരു വെളുപ്പിന് 3-3:30 വരെയൊക്കെ ആൾ ഫുള്ളായിരിക്കും. ഫാമിലീസ് ഒരു 11-12 മണി വരെ ഫാമിലീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് എല്ലാ പിള്ളേരൊക്കെ വന്ന് പാട്ടും ആട്ടവും ഒക്കെയാണ് ഇവിടെ. കുറച്ചുകൂടി വികസനം വന്നല്ലോ ഇവിടെ. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ആൾക്കാരെ ആകർഷിക്കാനും കച്ചവടം കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വരുന്നതോറും ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും മാറ്റമാണ്. ആൾക്കാർക്കായാലും ഇവിടെ താമസിക്കുന്നവർക്കായാലും വന്നു പോണവർക്കും എല്ലാവർക്കും എൻജോയ്മെൻറ്റ്. പിന്നെ ഇവിടെ ലോക്കൽസ് കൂടുതലുണ്ട്. അതുകൂടാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൂടുതലാണ്. ഒരു ദിവസം ഇവിടെ എത്തുന്നവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന അനുഭവമാണ് ക്യൂൻ വാക്ക് വേ നൽകുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. എന്തായാലും ഒരു സായാഹ്നം വേണമെങ്കിൽ സായാഹ്നം, അല്ലാതെ നൈറ്റ് ലൈഫാണ് വേണ്ടതെങ്കിൽ നൈറ്റ് ലൈഫ്. എന്തിനും തയ്യാറാണ് ക്യൂൻ വാക്ക് വേ. അവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. വ്യായാമം ചെയ്യാനൊക്കെയുള്ള സാഹചര്യങ്ങളുമുണ്ട്. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയായി കൊച്ചി മാറുമ്പോഴും ഇതുപോലെയൊക്കെയുള്ള തുരുത്ത് അവശേഷിപ്പിക്കുന്നതാണ് കൊച്ചിയെ പ്രത്യേകതയുള്ളതാക്കുന്നത്. എന്തായാലും നവമി ദിനേശിന്റെ യാത്ര ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വീണ്ടും നാളെ കാണാം.